നമ്മുടെ ദർശനം മഹത്തായ ഏറ്റവും പ്രാചീനമായ നമ്മുടെ ഹിന്ദു ദർശനം നമ്മെ പഠിപ്പിക്കുന്നത് മാനവ സേവ തന്നെയാണ്. മാധവ സേവ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഈശ്വര സേവ മറ്റൊന്നുമല്ല. അതിലും ഉയർന്ന ഒരു പടിയാണ്. നമ്മൾ സർവചരാചരങ്ങളെയും സ്നേഹിക്കുന്നവരാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നവർ. അല്ലെങ്കിൽ ജീവിതത്തിനൊരു അർത്ഥം വരുന്നത് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. അല്ലാത്തവർ മരിച്ചു ജീവിക്കുകയാണ് എന്ന് സ്വാമി വിവേകാനന്ദനും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പുരാണങ്ങളുടെ എല്ലാം സാരാംശം പരോപകാരമേ പുണ്യം. വ്യാസൻ അതും ഓർമ്മിപ്പിച്ചു. പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം. നമ്മുടെ ഈ ഉപനിഷത്തുക്കളുടെയും വേദങ്ങളുടെയും എല്ലാം സാരാംശം അത് തന്നെയാണ്. കുമാരനാശാൻ പറഞ്ഞു, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. വിവേകികൾ അങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു, അവരുടെ ക്ഷേമത്തിനുതകി സ്വജീവിതം ധന്യമാക്കും വിവേകികൾ. അതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. നമ്മുടെ ധാരാളം കഥകളും സുഭാഷിതങ്ങളുമുണ്ട്. നമ്മുടെ പ്രകൃതി തന്നെ അതാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ അതിനെ സംബന്ധിച്ചുള്ള കഥകളും കവിതകളും ഗീതങ്ങളും സുഭാഷിതങ്ങളും നമ്മൾ സംഘശാഖയിൽ പോകുമ്പോൾ പഠിക്കുന്ന ഒന്നാണ്. ഈ വൃക്ഷങ്ങളെയും, പശുക്കളാണെങ്കിലും ശരി, വൃക്ഷങ്ങളാണെങ്കിലും ശരി, നദികളാണെങ്കിലും ശരി, അതെല്ലാം അവർക്ക് വേണ്ടിയല്ല. പരോപകാരായ ഫലന്തി വൃക്ഷ. സംഘശാഖയിൽ നിന്ന് നമ്മൾ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്, നമ്മളിൽ പലരും പഠിച്ചിട്ടുണ്ട്. പരോപകാരായ ദുഹന്തി ഗാവഹ, പരോപകാരായ വഹന്തി നദ്യ. നദികൾ പരോപകാരത്തിന് വേണ്ടിയിട്ടാണ്. പരോപകാരത്തിന് വേണ്ടി വൃക്ഷങ്ങൾ ഫലം നൽകുന്ന പരോപകാരം. പരോപകാര പ്രവണം പ്രപഞ്ചം. ഈ പ്രപഞ്ചം തന്നെ നോക്കിക്കഴിഞ്ഞാൽ, പൂക്കളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്നതാണ്. അതാണ് നമ്മുടെ ഒരു സന്ദേശം. ബുദ്ധന്റെ ജീവിതത്തിൽ മനോഹരമായ ഒരുപക്ഷെ നമ്മളും വായിച്ചിരിക്കും, ഞാനും ഒന്ന് സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കാം. ശ്രീബുദ്ധൻ അദ്ദേഹം ഇങ്ങനെ സഞ്ചാരത്തിനിടയിൽ ഒരു ഗ്രാമത്തിലെത്തിയെന്നാണ്. ആ ഗ്രാമത്തിലെ രാജാവ് അദ്ദേഹത്തെ കാണാൻ അവിടെ വന്നു. അപ്പൊ ധാരാളം ആൾക്കാരുണ്ട്. ഒരു പടുവൃദ്ധനായ ഒരാള് വളരെ പ്രയാസപ്പെട്ട് അവിടെ വന്ന് ബുദ്ധനെ വണങ്ങി. അതിനുശേഷം അദ്ദേഹം പോയി. അപ്പൊ ഈ രാജാവ് ഈ പ്രയാസമൊക്കെ കണ്ടിട്ട് ഈ രാജാവ് ബുദ്ധനോട് ചോദിച്ചു, ഇനിയും ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ വന്ന് പ്രയാസപ്പെട്ട് വരേണ്ടതുണ്ടോ? അയാൾക്ക് എത്ര വയസ്സായിട്ടുണ്ടാകും എന്നിങ്ങനെ കൂട്ടത്തിൽ പറഞ്ഞു. ബുദ്ധൻ പറഞ്ഞു, അയാൾക്കൊരു 4 വയസ്സായിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പം ഈ രാജാവിന് വലിയ അത്ഭുതം വന്നു. കാഴ്ചയിൽ തന്നെ ഒരു പടുവൃദ്ധൻ, ഇത്രയും പ്രയാസപ്പെട്ട് നടക്കാൻ പോലും സാധിക്കുന്നില്ല, 4 വയസ്സോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു, അവൻ ഇത്രയും കാലം അവനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിരുന്നത്. അവൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ രാജാവ് ചോദിച്ചു പോലും, അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര വയസ്സായിട്ടുണ്ടാകും? അപ്പം ബുദ്ധൻ പറഞ്ഞ പോലെ, നീ ജനിച്ചിട്ടേ ഇല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും, അല്ലെങ്കിൽ നമ്മളിൽ പലരും ജന്മം കൊണ്ടവരാണ്. ആ അർത്ഥത്തിൽ ജനിച്ചവരാണ്. നമ്മൾ സമാജത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നമ്മുടെ സംഘത്തില് ഈ സമാജം എൻ്റേതാണ്, ഈ സമാജം എൻ്റേതാണ് എന്ന ഭാവനയാണ് നമ്മുടെ ഈ സമാജത്തിൻ്റെ വേദന നമ്മുടെ വേദനയായി തീരുന്നത്. വേദനയും സംവേദനയും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വേദനയുണ്ട്, വേദന. അപ്പൊ എനിക്ക് ഒരു ശരീരം വേദനിക്കുന്നു, അതെൻ്റെ വേദനയാണ്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് വേദന അനുഭവിക്കുമ്പോൾ അതെനിക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷെ ആ വേദന അമ്മയാണ് അനുഭവിക്കുന്നെങ്കിലും പക്ഷെ ആ വേദന നമുക്കും അനുഭവപ്പെടുന്നു. അത് സംവേദനയാവും. അല്ലെങ്കിൽ അതിൽ നിന്ന് ഉയർന്നിട്ടാണ് ഈ സമാജത്തിന്റെ വേദന. അതിൽ നിന്നാണ് സത്യത്തിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ ഈ ഋഷീശ്വരന്മാർക്ക് പറഞ്ഞു. ലോകത്തിലെ സമസ്തവും അവരുടേതായി കണ്ടുകൊണ്ട് അതിനെല്ലാം സുഖം ഭവിക്കട്ടെ എന്ന നിലയ്ക്കൊക്കെ വരുന്നത്. സംഘത്തിൽ നമ്മൾ പഠിക്കുന്നു ഈ സമാജം എൻ്റേതാണ്. അതുകൊണ്ടാണ് സ്വയംസേവകര് ചാടി പുറപ്പെടുന്നത്. തങ്ങൾക്കെന്ത് സംഭവിക്കുമെന്ന് സ്വയംസേവർ ചിന്തിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ വരുന്ന സമയത്തും തൻ്റെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഞാനിത് പറയാനൊരു സന്ദർഭമുണ്ട്. ഈ സംവേദന ഈ ഇടുക്കി തൊടുപുഴയ്ക്ക് മുകളിൽ ഒരു ഭാഗത്ത് ചേട്ടൻ കൃത്യമായ സ്ഥലം ഞാൻ മറന്നുപോയി, ഒരു ചെറിയ ഉരുൾപൊട്ടലുണ്ടായി അവിടെ.
അപ്പോൾ അവിടെ നമ്മുടെ സ്വയംസേവകർ അവിടെ ചെന്നു. ഈ മറ്റ് പോലീസ് സംവിധാനങ്ങളും എല്ലാം എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ പ്രവർത്തകർ അവിടെ എത്തി. അവരവിടെ ഇത് വെള്ളം ഒഴുകി നടക്കുന്നു, അവിടെ എന്തുണ്ടെന്ന് കുറെ ആൾക്കാർ അപ്പുറത്തുനിന്ന് നിലവിളിക്കുന്നു. അവരെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. ബാക്കി എക്യുപ്മെന്റ്സോ മറ്റോ ഒന്നും തന്നെ ഇല്ല. അവരെ രക്ഷിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതെൻ്റെതാണ്, എൻ്റെ ആളാണത്, എൻ്റെ സഹോദരനാണ്. അവർ ഏത് ജാതിയും മതവും ഒന്നും അവിടെ പ്രശ്നമല്ല. അത് എൻ്റെ ഒരു സഹജീവി എന്നത് സംഘത്തിൽ നിന്ന് അവർ ശീലിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭാഗ്യവശാൽ അപ്പോഴത്തേക്കും അവർക്കൊന്നും പറ്റിയില്ല. അതിന് ഞാനിത് പറയാൻ കാരണം, അതിനുശേഷം അവിടുത്തെ സബ് ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളും ഒക്കെ അവിടെ എത്തി. ഉച്ച കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, നിങ്ങളുടെ ആൾക്കാരുടെ പ്രതിബദ്ധത ഞാൻ അഭിനന്ദിക്കുന്നു. അവരുടെ സ്നേഹം അതൊക്കെ അഭിനന്ദനീയമാണെങ്കിലും അദ്ദേഹം പറയാം, അവരോടൊന്ന് പറയണം, ഇത്തരം സന്ദർഭങ്ങളിൽ കുറച്ചുകൂടെ ഒരു ജാഗ്രത വേണം എന്ന് പറയണം. കാരണം അവിടെ ഒരു വലിയ കിണറുണ്ടായിരുന്നു. ഒരു ഭാഗ്യത്തിനാണ് അവർ രക്ഷപ്പെട്ടത്. അവർ അതൊന്നും ആകെ ചിന്തിക്കുന്നില്ല. അപ്പൊ ഇത് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരെ രക്ഷിക്കണം എന്നുള്ളതാണ്. മറ്റൊരു സ്വയംസേവകൻ പറഞ്ഞൊരു അനുഭവം കൂടി ഓർമ്മ വരികയാണ്. ഈ വലിയ വെള്ളപ്പൊക്ക സമയത്ത് അവരുടെ നാട്ടിലും വെള്ളം പൊങ്ങി, പ്രതീക്ഷിക്കാതെ വളരെ വേഗത്തിൽ വെള്ളം പൊങ്ങി. അപ്പൊ അവിടെ ഇതേപോലെ ഗൾഫിലുള്ളൊരു സ്വയംസേവകൻ അവരുടെ കുടുംബങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളത് അവരെ വിളിച്ച് അറിയിച്ചു. ഇയാൾ അവരെയൊക്കെ വിളിച്ച് എല്ലാവരെയും വിളിച്ച് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയി. പത്തനംതിട്ട ഭാഗത്താണ്. അപ്പൊ ആൾക്കാരെല്ലാം ഉത്സാഹത്തോടെ വന്നപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ റബ്ബർ തോട്ടാണ്, വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കാണുന്നത് ഇങ്ങനെ വിശാലമായി ഇങ്ങനെ കിടക്കാണ്. അപ്പൊ ഈ ഒരു വലിയ പാത്രം ഒക്കെ സംഘടിപ്പിച്ചാണ് ഇറങ്ങിയത്. അയാൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അയാളൊരു ബൈടെക്കിലെ അനുഭവം വിവരിക്കുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞതാണ്. അപ്പൊ ഈ പാത്രമൊക്കെ എടുത്തു, കയറൊക്കെ ആയിട്ട് അപ്പൊ ഈ ഇറങ്ങി ഒരു ഉയർന്ന പ്രദേശത്ത് താഴത്തേക്ക് ഇറങ്ങി ഈ പാത്രവും പിടിച്ച് ഈ റബ്ബറിൽ മരങ്ങളിൽ കെട്ടി വേണം പോകാൻ. അപ്പൊ അയാൾ പറഞ്ഞു, അയാൾ വിചാരിച്ചത് എല്ലാവരും ഇറങ്ങുന്നു എന്നാണ് വിചാരിച്ചത്. 2-3 പേര് ഇറങ്ങും എന്ന് വിചാരിച്ചു. അപ്പൊ കുറച്ച് ഇറങ്ങി 2-3 റബ്ബർ കെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ അവരാരും ഇറങ്ങുന്നില്ല. അവരെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ്. നാട്ടുകാരാണ് അവരെല്ലാവരും, പ്രവർത്തകരൊന്നുമല്ല, നാട്ടിലെ ആൾക്കാരാണ്. പക്ഷെ എൻ്റെ പ്രവർത്തകർ അവിടെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് അവരെ രക്ഷിക്കണം എന്ന ആഗ്രഹം. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുമ്പോട്ട് പോയി, എനിക്ക് എന്ത് സംഭവിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോയി എന്ന് പറഞ്ഞ് അവരെയൊക്കെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവരുടെയും നാട്ടുകാരുടെയൊക്കെ സഹകരണം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ ഒട്ടനവധി വെല്ലുവിളികളെ തരണം ചെയ്ത് ഇതൊക്കെ നമ്മൾക്ക് പ്രേരണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നു എന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയാണ്. നമുക്ക് സംഘത്തിൽ നിന്ന് ലഭിക്കുന്നു. അമ്മമാരും ഒക്കെ അതിനോടൊക്കെ ചേരുന്നു. ഈ ഒരു സംസ്കാരം നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ കിട്ടുന്നു. നമ്മളിപ്പോ ഈ കുറച്ചൊരു സേവാ പ്രവർത്തനത്തിലൂടെ പറഞ്ഞു. മൊത്തം സംഘത്തിന്റെ നമ്മുടെ ഈ കേരളത്തിൽ നോക്കുമ്പോൾ കോടിക്കണക്കിന് റുപ്യയുടെ സേവന പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്വയംസേവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമുക്ക് പല സന്ദർഭങ്ങളിലും അതൊക്കെ കാണുമ്പോൾ അവരൊക്കെ അത് എന്തൊരു ശക്തിയാണ് അവര്, അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ആശ്ചര്യപ്പെടേണ്ടതായിട്ട് വരും. ഏതൊരു മഹാശക്തി അവരെ നയിക്കുന്നു. കാരണം അത്രയും പണം ഓരോ ശാഖകൾ ചെയ്യുന്നത് അവരുടെ കയ്യിലൊന്നുമില്ല. സബരം സാധാരണക്കാരാണ്. ട്യൂഷൻ പഠിപ്പിക്കുന്നു. ഇപ്പൊ ഇവിടെ പറഞ്ഞ ചെറിയ ഓളിയത്തിലുള്ള ചെറിയ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞതിന്റെ എത്രയോ ഇരട്ടി ശാഖ മുഖാന്തരം നടക്കുന്നു. അതൊന്നും എല്ലാം നമ്മൾ അറിയിക്കുക ആ ശീലമൊന്നും നമ്മൾക്കില്ലല്ലോ. നമ്മൾ സേവാഭാരതി മുഖാന്തരം ചെയ്യുന്നു, വിവിധ ക്ഷേത്ര സംഘടന ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം BMSന്റെ അവർ നടത്തുന്ന സേവാ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ ഇതൊന്നും അറിയാതെ ചില പ്രവർത്തകന്മാർ ചെയ്യുന്നു. ഇപ്പൊ നമ്മളുടെ അടുത്തൊക്കെയും പലരും വരുന്ന സമയത്ത് ചില ആൾക്കാരോടൊക്കെ പറഞ്ഞു ചെയ്യും, നമ്മുടെ സമാന മനസ്കരായ ആൾക്കാരോട് പറഞ്ഞ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണക്കൊന്നും വയ്ക്കുന്നില്ല. ഈ വീടുകളായാലെങ്കിൽ പലതുമൊക്കെ തന്നെ സത്യത്തിൽ അതിലേറെ നമ്മളിപ്പോൾ ചെയ്യുന്നതിൽ എത്രയോ ഇരട്ടിയാണ് സമാജത്തിന്റെ ആവശ്യം എന്നുള്ളത് അത് മറ്റൊരു സത്യം. ഇന്നിവിടെ ആ സഹോദരിയൊക്കെ വളരെ ദുഃഖത്തോടു കൂടി അനുഭവങ്ങൾ പറയുന്ന സമയത്ത് അവരുടെ കണ്ണുനീര് അണിഞ്ഞുകൊണ്ടാണ് അവരുടെ അനുഭവം പറഞ്ഞത്. എത്രയോ പേരിലേക്ക് നമ്മൾ എത്തുന്നില്ല, അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെയൊക്കെ ഉത്സാഹം കൊണ്ട് നിശ്ചയമായും നമുക്ക് അവരിലേക്കൊക്കെ എത്താൻ കഴിയും എന്നുണ്ട്. കാരണം നമ്മൾ ഈ ചെയ്യുന്ന ആത്മാർത്ഥമായി ഉത്സാഹത്തോടു കൂടി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് നമ്മോടൊപ്പം ധാരാളം ആൾക്കാർ വന്ന് ചേരുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മൾ ഇതിനോട് ചേർന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഇത് നമ്മളുടെ കണ്ണൊന്ന് അടഞ്ഞാൽ വെച്ചാൽ നമ്മുടെ ഒരു ആലസ്യം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ചെയ്യട്ടെ, എന്തെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് മറ്റൊരു അപകടം ഇരിക്കുന്നത്. രാജ്യദ്രോഹികൾ ഇത് കാത്തിരിക്കുകയാണ്, രാജ്യവിരുദ്ധർ. അങ്ങനെ തന്നെ പറയാൻ കഴിയും. സേവനത്തിന്റെ മറവിൽ
ചെയ്യുന്ന ആൾക്കാർ, ഞാൻ മറ്റൊരു മതവിഭാഗത്തെയൊന്നും പറയുന്നതല്ല, ഒരു രാജ്യവിരുദ്ധ ശക്തികൾ ഇവിടെ ഉണ്ട്. അവർ ദേശത്തു നിന്ന് പണം പറ്റി ഇത് അവസരമാക്കാൻ, ഈ രാജ്യത്തിനെതിരായി തന്നെ തിരിക്കാൻ നിൽക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ എത്രയോ ഉദാഹരണങ്ങൾ ഇപ്പൊ ഞാനിത് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഒരു വാചകം ഈ അടുത്ത കാലത്ത് ഒരുപക്ഷെ നിങ്ങളിലും വായിച്ചിരിക്കും. അത് മോദിജിയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതാണ്. മോദി ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ ചന്ദ്രനിലും ദേശീയ പതാക പറക്കും എന്നുള്ളതാണ് ആ ആൾ എഴുതുന്നത്. മോദി ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ ചന്ദ്രനിലും ദേശീയ പതാക പറക്കും. എന്നിട്ട് അയാൾ അടുത്ത വാചകം എഴുതുന്നു, മറിച്ചാണെങ്കിൽ ആ ചന്ദ്രൻ ദേശീയ പതാകയിൽ വരും എന്ന് പറയും. ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ ചിഹ്നമാക്കി ചിരിക്കല്ല ഞാനിവിടെ ഇത് പറയാൻ കാരണം, നമ്മളില്ലെങ്കിൽ, ഈ സേവാഭാരതി അല്ലെങ്കിൽ വിശ്വസേവാഭാരതി ഇല്ലെങ്കിൽ, ഇന്ന് നമ്മളുടെ ഈ സേവാ പ്രസ്ഥാനങ്ങൾ ഇല്ലെങ്കിൽ, ഇന്ന് ഈ പറഞ്ഞ നമ്മളാരും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് കണ്ണടഞ്ഞാൽ, നമ്മളൊന്ന് ആലസ്യപ്പെട്ടാൽ, ആ ചന്ദ്രൻ എന്ന പ്രതീകം ഇവിടെ പറയുന്നത് ഈ രാജ്യദ്രോഹി. നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ വരും, ചൂഷണം ചെയ്യും. ബാക്കി അവരെ സംബന്ധിച്ച് അവരുടെ ആവശ്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. പിന്നെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഒട്ടനവധി. വന്ദേ മാതരം പാടാൻ പാടില്ല എന്നപ്പോൾ കൂട്ടത്തിൽ അവർ നിൽക്കേണ്ടി വരും. കൂടെ നിൽക്കേണ്ടി, ഈ അമ്മയെ നമസ്കാരം എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ അവർക്ക് നിൽക്കേണ്ടതായിട്ട് വരും. ഈ കൊള്ളരുതായ്മകൾക്കുള്ള ഈ രാജ്യവിരുദ്ധ അവരുടെ ഈ കുട്ടി പരിപാടിയൊന്നും നടക്കുന്നില്ലല്ലോ ഇന്നത്തെ കാലത്ത്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇങ്ങനെ ഈ വെപ്രാളം. ഈ പറഞ്ഞ പരിപാടികൾക്കെല്ലാം ഈ ദേശത്തിനോട് കൂറും സ്നേഹവും ഉണ്ടെങ്കിലും പക്ഷെ അവരുടെ ഒത്താശയ്ക്കനുസരിച്ച് നിൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഉത്സാഹപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പം വരുന്ന വർഷത്തെ കാര്യങ്ങളുമൊക്കെ തന്നെ മോഹൻജി ഇവിടെ പറഞ്ഞു. നമുക്ക് ഇനിയും ഈ സമാന മനസ്സ് ധാരാളമുണ്ട്. അങ്ങനൊരു നമ്മുടെ ഇത്രയും കാലത്തെ പ്രവർത്തനം കൊണ്ട് ഞാൻ ഈ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് പറയാണ്. ഇപ്പം ഗോപാൽ ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സമാജത്തിന്റെ മുമ്പിൽ ഒരു ഉണർവും നമ്മളെ സംബന്ധിച്ചുള്ളൊരു വിശ്വാസ്യതയും പറഞ്ഞു. ഇവർ യഥാർത്ഥത്തിൽ ഈ നാടിനെ സ്നേഹിക്കുന്നവരാണ് എന്ന് നമ്മൾ അറിയാതിരുന്ന ആൾക്കാരുടെയൊക്കെ തന്നെ മനസ്സിൽ ഇന്നവരുണ്ട്. ആരടുത്ത് എന്ന് പറഞ്ഞാൽ ആരും നമ്മളെ കയ്യിൽ ശരി എന്നാൽ കഴിയുന്നത് ചെയ്യാമെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നാം കൂടുതൽ ഉത്സാഹപ്പെട്ടാൽ, നാം എന്താഗ്രഹിച്ചാൽ അത് നടപ്പിലാക്കുന്ന തരത്തിലെ സാഹചര്യങ്ങൾ മാറി അത് നമ്മുടെ ഈ 100 വർഷത്തെ സംഘത്തിന്റെ ഈ പ്രയാണത്തിൽ സമാജത്തിൽ വന്ന ഒരു പരിവർത്തനം കൂടി അറിയിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാം ഏറ്റെടുക്കുക എന്നത് മാത്രം, അറ്റൻഡ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ സന്ദർഭത്തിൽ ഈ സമാപനത്തിൽ പറയാനുള്ളത്, നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനം നമ്മുടെ ഈ ദർശനത്തിന്റെ ശാക്തീകരണമാണ്, ഈ നാടിന്റെ ശക്തിപ്പെടുത്തലാണ്, നമ്മുടെ ഈ നാടിനെ വിശ്വഗുരുവാക്കി തീർക്കുന്ന പ്രവർത്തനം കൂടിയാണ് എന്നതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഈശ്വര സേവ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം അത് ചെയ്യുക. എന്തായാലും ഓണമാണ് സമൃദ്ധിയുടെ അല്ലെങ്കിൽ സമത്വത്തിൻ്റെ എല്ലാവരുടെയും കൈകളിൽ എന്തെങ്കിലുമൊക്കെ എത്തുന്ന ഒരു സമയമാണ് ഈ ഓണം. ആ സമൃദ്ധിയുടെ, ആ ഓണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആ ഓണാശംസകൾ എല്ലാവർക്കും നേർന്നു നിർത്തുന്നു. നമസ്കാരം.